നമസ്കാരം കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് കിടക്കുന്നുണ്ടാ. നല്ല രാത്രി ഓൻ കാണുന്ന ചാനലത്തെ ആൾ തന്നെ ഓനോട് തിരിച്ച് അഭിപ്രായവും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സാറിന് എനിക്കറിയാം. ഞാൻ ഓലെ പണ്ട് കോളേജിൽ ഗസ്റ്റായി പോയിക്കണം, MS സൊല്യൂഷൻ. അപ്പോൾ ഓരോരുത്തർ പോയി അങ്ങനെ വന്ന് ഓലോട് സംസാരിച്ച് വന്ന് ഓലോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രി വിദ്യാർത്ഥിനെ പെൽച്ചക്ക് എണീപ്പിക്കാം. എന്തത് ആദ്യം റോക്കറ്റ് ഓഫ് ആകട്ടെ. ഉണ്ട് ചേട്ടാ. നെയ്ച്ചോട് ഫാനൊക്കെ ഫാന്. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, പെൽച്ചക്ക് ഇപ്പോഴല്ലാതെ തിന്നാൻ പറ്റൂല. ഉമ്മാൻ്റെ അടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ്, പെലച്ചക്ക് പത്തിരിയും കറിയാണ്. Hey, boss. Sorry, boss. Wake up. Wake up. Wake up to reality. നീച്ചടാ അഫിയെ. നല്ല നീച്ച്. പെൽച്ചന്റെ ടൈം കഴിയാനായി. നീച്ച്. എന്താണെന്നോ? എന്നെ സുഖിപ്പിച്ചാ വന്നല്ലോ അപ്പൊ ഇവിടെ. നീച്ച് അഫിയെ. പെൽച്ചക്ക് ടൈമായി അഫിയെ. അതിനെന്താണ് നോമ്പുറക്കണ്ടേ? എടാ പെൽച്ചക്ക് നീ കഫിയെ. പെൽച്ച അഫിയെ. എടാ അഫീഫ മണ്ട അഫിയെ. എടാ അഫിയെ. പെൽച്ച നീച്ച ബാ മല കുട്ടി പോന്നാണ്. പെൽച്ചക്ക് എന്തെങ്കിലും തിന്നാണ്. ബാ അല്ലേ ക്ഷീണിക്കും. SSLC ആണ്. ബാ നീച്ചെന്നാ നീച്ചു. അഫി നീച്ചുമാ. അപ്പുട്ടിയും തൊപ്പുട്ടിക്ക് വരുന്നു. പൊളി നക്ക് വെച്ചിട്ടില്ല. അവൻ സ്വന്തം നീച്ചതാ. സാർ കേട്ടോ. എങ്ങനെ ആകെ ലേറ്റാണല്ലോ. എന്താ പെരുന്നാളായ അപ്പം തന്നെ. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അഫീഫ് SSLC തൻ്റെ അവസാന പാത പരീക്ഷകൾ നടക്കുന്നു. എന്താ കഴിക്കാൻ വേണ്ട സർ? ഓർഡർ സർ. എന്താ കഴിക്കാൻ വേണ്ടിയേ? ഇതൊക്കെ മതിയോ? അപ്പം നമുക്കിന്ന് അടുക്കളയിൽ കിടിലൻ ഡിഷ് തയ്യാറാവുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ കുറേ ദിവസമായി എണ്ണപ്പൊയ്ക്കും സാധനങ്ങളും തിന്ന് ഇതും ചട്ടിയിലിട്ട് പൊരിച്ച അല്ലല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറും എണ്ണയും സംഭവങ്ങളാണ് നോമ്പിനും തുടങ്ങി നിങ്ങൾക്ക് കിട്ടണത്. അതല്ല, എണ്ണ കുറവാണ് പറഞ്ഞതാ. എണ്ണ സംഭവങ്ങളുമാണ് കിട്ടണത്. വേറെ സ്ഥലത്തല്ലേ തുറന്നിരുന്നത്? ബാക്കിയുള്ള ഇവിടെ ഓക്കെയാണ്. ചെലവായിട്ടില്ല. അപ്പൊ ഇവിടെ ഉമ്മച്ചി ഈ സമൂസൊക്കെ എണ്ണല്ലാത്ത കോലത്തിലാ വെച്ചേരല്ല കേട്ടാ. ഈ ഉമ്മച്ചിന്റെ ഒരു സ്നേഹം. ഉമ്മച്ചിക്ക് വേണ്ടി ഒരു പാട്ടുണ്ട് എൻ്റെ വക. പാടത്തെ എൻ്റെ ഫോണതാ. അടുത്തായി ഉമ്മച്ചിക്ക് വേണ്ടി പുലർച്ചക്ക് പോലും എനിക്ക് പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കി തന്ന എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി ഞാൻ തന്നെ സ്വയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗാനം. ഉമ്മാൻ്റെ കാലടിപാടിൽ ലിറിക്സ്. വേണ്ടാറുണ്ടോ? അതെന്നെ പാടുള്ളൂ. അതാ ഇന്നലെ രാത്രി പഠിച്ചതേ. അത് ശരി, നിങ്ങളോട് മാറ്റി പറഞ്ഞാലോ. ഇതൊക്കെ റിയാലിറ്റി ഷോ പോലെയാണ്. ഞാൻ പഠിച്ചേക്കണാണ്.
പൊരിത് ചൂടാറുമ്പോഴത്തേന് മോലിയാർ കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂല ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളൊരു ഉമ്മ മധുരക്കനിയാണ്. മനസ്സുറപ്പുള്ളൊരു ഉമ്മ മധുരക്കനിയാണ്. ഉമ്മാന്റെ കാലടി 2 വരി പഠിക്കാം. കാലടി പാടിയാണ് സ്വർഗം അല്ല സ്വർഗം ഓർഗം ഓർത്തോളീം ഉദുമതിയല്ലേ ഉദുമതിയ മുത്തു മുഹമ്മദ് തൂമളി ഉള്ളിലൊളിച്ചോളി ഉള്ളിലൊതിച്ചോളി അരണിക്കൂറുണ്ട് പാട്. ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയിട്ടുള്ളത് എൻ്റെ ഉമ്മാക്ക് എന്നുള്ളതിലുപരി ഈ വീഡിയോ കാണുന്ന എല്ലാ ഉമ്മമാർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ ഉമ്മമാർക്കും എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. കുട്ടികളെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും കേൾപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് നിങ്ങൾ മാത്രം കണ്ടിരിക്കരുത്. ഞാൻ ഉമ്മമാർക്ക് വേണ്ടി നിങ്ങളമ്മമാർക്ക് വേണ്ടി പാടണം കേട്ടോ. അമ്മമാർക്ക് ഞാൻ പാടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് പറഞ്ഞിട്ട് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണ്ട എല്ലാ അമ്മമാർക്കും. അമ്മമാരൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു താങ്ക്സ് കമന്റ് ബോക്സിൽ എന്തായാലും ഇടുക. ഉമ്മാരെ കയ്യിൽ നിന്നൊക്കെ 4ാം ക്ലാസ്സിലെ കുട്ടി അറിയാം നോൽമ്പായതുകൊണ്ട് ഉമ്മ മൊബൈൽ എടുക്കൂല. ഞാനും കാക്കും ഒറ്റക്കാ കാണുന്നത്. എന്നാലും ഇടയ്ക്ക് ഇതിത്തെ ഒച്ച കേൾക്കുമ്പോ വന്ന് നോക്കും. നമുക്ക് നോക്കാതിരിക്കാൻ വയ്യ. വ്ളോഗ് കാണുമ്പോൾ പിന്നെ നോക്കാതിരിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഇന്നത്തെ പലിശക്ക് ഇമ്മച്ചി ബാക്കിയെല്ലാം ഉപ്പും മുളകൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അർജന്റ് കൂട്ടിയതാ. പ്രോട്ടീൻ ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി തന്നു. ബ്രൊക്കോളി ഇതിക്കെന്താ ബ്രൊക്കോളി അച്ചാറാക്കി പറഞ്ഞാ ആ കുക്കറിൽ വേവിച്ചു. അതിന് ഒന്നും വിചാരിച്ചണ്ട. പെലച്ചക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ പണിയണം. ഈ പ്രോട്ടീൻ ഫുഡ് രാത്രി കഴിച്ചണം. പെലച്ചക്ക് മനസ്സൊന്നും തിന്നണത് തിന്നണം. ഇത് മനുഷ്യൻ തിന്നണല്ലേ? അങ്ങനെയല്ല. ഇത് വന്നിക്കണല്ലോ. ഉപ്പും മുളകൊക്കെ ഉണ്ടാവും. ഉപ്പും മുളകും പാടില്ല. ഉപ്പും കുരുമുളകും ഇട്ടിന് അങ്ങനെ ഒരു വേവ് മാത്രമേ പാടുള്ളൂ തന്നെ. നാളെ തീരെ പൊടിച്ചണ്ട. അങ്ങനെ കുറച്ച് മസാല പ്രോട്ടീൻ കയറിട്ടോ മേത്തേക്ക്. ഇന്നത്തെ പരീക്ഷയിൽ റെഡി അല്ലേ? മറ്റേ ചങ്ങായി ഇറങ്ങണ് ഓൻ്റെ ക്ലാസ് ഇട്ടച്ച് 40 വാങ്ങിയിട്ട് എന്ന് വരുള്ളൂ എന്നൊക്കെ പറയണേ. മിനിമം ബുദ്ധി വേണ്ടേ? അതാ ഇല്ലേ അതുകൊണ്ട് അപ്പം കമൻറ്റ് ബോക്സിൽ ഇന്നലത്തെ കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഈ മെച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കി, ചൂല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കി. എല്ലാം ഉണ്ട് അല്ലെ പറയാ. എല്ലാവർക്കും ഞാൻ വാങ്ങിക്കൊടുക്കും. എനിക്കൊരു സമയം തരണം, അത്രേ ഉള്ളൂ. അൾട്രാ വാച്ചോ മെച്ചിക്കോ എനിക്കൊരു സാധനം വേണ്ട. ഇതോടനെ ഞാൻ കുടുങ്ങിയിരിക്കണം. എന്താ പെണ്ണ് ചോദിച്ചിട്ട് പെണ്ണ് എഴുതണോലൊരു വക, ചിത്രം വരക്കണോലൊരു വക, അവസാനം തൊടുന്നേലും കിട്ടി അപ്പം തീരെ കണക്ക് ചെയ്ത് പഠിച്ചു. ഇത് ആർക്ക് കിട്ടിയത് എനിക്ക് ഉപകാരപ്പെടുന്നില്ല, മറ്റുള്ളവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. ഇമ്മച്ചി സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ എപ്പോഴും പെന്ന് ചോദിക്കും. അതിൻ്റെ ടീച്ചറെ പെന്ന് ഒരു ടീച്ചറെ ചിത്രം വരക്കാനാണ്. LKG-ക്കാരെ സ്ലൈറ്റാണ് ഇമ്മച്ചിൻ്റെ S23 അൾട്രാ. കുട്ടികൾ മൊത്തം വിശദീകരിച്ചാൽ ഒരൊറ്റ ചിക്കൻ ഫുള്ള്. അപ്പൊ ഇത് നമ്മളെ പരിപാടി ചിക്കൻ വളർത്തി അടിച്ചത് പ്രോട്ടീൻ ഡയറ്റ്. നോമ്പിനൊക്കെ ഇത് തിന്നാൻ സഹായിക്കും തോന്നുന്നു എനിക്ക്. ഇത് കഴിഞ്ഞിട്ടോ 1 ലിറ്റർ വെള്ളം കുടിച്ചു. അതൊന്നും അല്ല. എന്നാ 1 മണിക്കൂർ തുറന്നുണ്ട. അത് മൂത്രം നോമ്പിന് അങ്ങനെ ചെയ്യുന്നില്ല.
നോക്ക് ആ 5 മണി ആയിട്ടുള്ളൂ. പടക്ക സ്പോൺസർ ചെയ്തിട്ടുണ്ടോ പ്രാവശ്യം വിഷുവിന്? വൈകിട്ടിലപ്പുറം ഇന്നലെ വിളിച്ചു. എന്താ കുട്ടീൻ്റെ പറഞ്ഞാളാ അതെ വൈകിട്ടിലപ്പുറം ഓന് കുട്ടിയൊന്നുമില്ല പഠിച്ചോനെ. പിന്നെ ആരുതാണ് ആ കുട്ടീനെ എടുത്തത്? യൂട്യൂബിലൊക്കെ ഒന്നും പറയില്ല. ഞാൻ ഓന് പെണ്ണിട്ടില്ല. പിന്നെ ഓന് കുട്ടിയെന്ന് പറഞ്ഞു. അതല്ല പോലെ അതേമാതിരി ഒരു കാക്ക കുട്ടീൻ്റെ എല്ലാ താത്തമാരും കാക്കമാരൊക്കെ കണ്ടിട്ട് ഒരു കാക്ക അവൻ്റെ കുട്ടീനെ അവൻ്റെ കാക്കാൻ്റെ കുട്ടിയാവും. ഇതിലേക്ക് നോക്കിയിട്ട് ആരും ഇരിക്കണ്ട കേട്ടോ. ഇത് എൻ്റെ ഫുഡാണ്. ഞാൻ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് പ്രോട്ടീനൊക്കെ മാറി ഇറങ്ങിയ. ഇനി ഇതിൻ്റെ ബാക്കി കോഴി നാളെ. കോഴിക്ക് എന്താ വില റബ്ബേ? നല്ല വിലയാ. ഞാൻ 120 ഉറുപ്പ്യക്ക് വാങ്ങിയ കോഴി ഉണ്ടല്ലോ. ഇന്നലെ വാങ്ങിയ എത്ര പേര്? 260 ഉറുപ്പ്യക്ക്. ഞാൻ എന്താ മുട്ടി അത് സ്കിൻ ചിക്കനായി ഇങ്ങനെ തൊലി കളഞ്ഞ് ഇതാക്കി തരികയല്ലേ. അല്ല സ്കിന്നിന് മാത്രം നിർത്തി. അല്ല സ്കിന്നിന് വില കൂടുതലാ? അങ്ങനെ റെഡിമെയ്ഡ് വരുന്നതിന് വില കൂടുതലാണ്. റെഡിമെയ്ഡാ? മമ്മൂട്ടിയാക്കാരുടെ അടുത്ത് വാങ്ങിയാൽ പ്രശ്നമല്ല. മമ്മൂട്ടിയാക്കാണെങ്കിൽ മമ്മൂട്ടിയൊക്കെ അടുത്ത് ഇങ്ങനെ സ്കിന്നുണ്ടാവില്ല. സ്കിന്നുള്ളതാ. സ്കിന്നി ബേബി. നിർത്തിക്കളാ. എന്തിനാണ് മനുഷ്യന്മാരെങ്ങനെ അടങ്ങാറാക്കണേ? മനസ്സന്മാർക്ക് സന്തോഷമാണ് നമ്മളെ വ്ളോഗ്. തിന്നണത് കാണുന്നത്. ഇനി എല്ലാവരും നോൽമ്പ് പറഞ്ഞിട്ടേക്കാരം അല്ല നോൽമ്പിലേക്കാരം കാണാം. ഇത് വലിയ ഡെലീഷ്യസ് സാധനമൊന്നല്ല. വായിൽ വെള്ളം വരാൻ തിന്നാൻ വയ്ക്കൂല ആയിരിക്കും. എന്നാലും എന്നാ ഇതെന്തിനാ ഇത് തിന്നുണ്ടെങ്കിൽ ആഴ്ച മാത്രം രാവിലെ ഇത് കറി കണ്ടിട്ടു. ചെറിയ തക്കാളി ഒന്നും ആഴ്ച മാത്രം അറിയില്ല. എന്നാൽ ഇതിൻ്റെ ഒപ്പം കൂട്ടി തിന്നാൻ വാങ്ങിയത് ഇതും ബ്രക്കോളിയൊക്കെ ചെറിയ മട്ടത്തിൽ പുഴുങ്ങിയെടുക്കണ്ടിനി. 4 മണിക്ക് നീച്ചളാ. ചെറിയ മട്ടത്തിൽ പുഴുങ്ങിക്കോ. എന്താടാ ഒരു കാര്യം. എന്നാലും നിങ്ങൾ എനിക്ക് പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കി തന്നല്ലോ അമ്മ. ഓ അവിടെയാണ് സ്നേഹം. അങ്ങനെയല്ലേ അതന്നെയാണ് സ്നേഹം. സ്നേഹമാണുമ്മ, കടലാണുമ്മ, അറിവിൻ്റെ കടലാണുമ്മ. നിർത്ത്. എന്തെങ്കിലും ഒരു പണി പഠിച്ചോക്കാം അടുക്കളയിൽ. എന്തെങ്കിലും ഒരു പണി. പാത്രം കേൾക്കാൻ പഠിച്ചോണ്ടാ. അതെനിക്കറിയാം. അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്ത് കോളാക്കണേലുണ്ട്. അതെ ഇവിടെ അതും ഇല്ല. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയ സാധനം വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. ആഫീഫ് നല്ലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇപ്പം എടുത്ത് വരും കേട്ടോ. ആ സാധനത്തിനോട് വെച്ചെന്ന് വെച്ചാൽ പൗതിയും പീടിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ലാസ്റ്റ് കൂട്ടികളൊക്കെ എന്തോ ഉള്ളൂ അല്ലേ പണി. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ട് വൻ സക്സസ് ആയി സാധനം. എല്ലാവരും കൂട്ടി ശരിക്കും നമ്മൾ എന്ത് സാധനം ഒരു വട്ടം നോമ്പുറന്നതിന് പിന്നെ 10 മണിക്ക് ഒന്നാനും ഉണ്ടാകലുണ്ട്. ഇത് 10 മണിക്ക് ഒന്നല്ലേ ഇനി. അത് അവിടെ തന്നെ കഴിഞ്ഞു. പേരുണ്ട് ഡിമാൻഡ് സാധനത്തിന്. അതിൻ്റെ റെസിപ്പി ഇപ്പം പറയണ്ടല്ലേ എക്സ്ക്ലൂസീവായിട്ട്. അപ്പം ഈ ചാനലിൻ്റെ ഇനിയിപ്പം ഇവരെ രണ്ടാൾ സ്കൂൾ പോയിട്ട് കഴിയാൻ പോവാണ്. അല്ല സ്കൂൾ കഴിയാൻ പോവാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഈച്ചുനും ഉണ്ട് അഫിക്കും ഉണ്ട്. ഈച്ചു വ്ളോഗും ചെയ്യലുണ്ട്, അഫി ഗെയിമിങ്ങിൻ്റെ സാധനങ്ങളും ചെയ്യലുണ്ട്, സ്ട്രീമിങ്ങും സംഭവങ്ങളും. അപ്പോൾ ഓലെ രണ്ടാളും ചാനലിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും വീഡിയോ കാണുന്നതിൻ്റെ ഉടനെ ഓലെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഓല് പരീക്ഷയാണ്. ഞാൻ എന്നും പറയും എന്തെങ്കിലും തുടങ്ങിക്കോളൂ, എന്തെങ്കിലും ഇട്ടോളിന്ന് ഒരുപാടായിട്ട് പറയുന്നുണ്ട്. പരീക്ഷയാണെന്നുള്ള കാലാവധി കൊടുത്ത് മുന്നിങ്ങനെ പോയിന്. അപ്പോൾ പരീക്ഷ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഫുള്ള് സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ആകെ പുകിലാക്കിക്കൊണ്ടിട്ടാണ്. എവിടെ ഇന്നത്തെ കണ്ടന്റ് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ എന്നിട്ട് ആകെ പിരാന്തായിട്ട് എന്തെങ്കിലും ചെയ്യണം പോലെ. ഇപ്പം തന്നെ ടീച്ചർമാർ വരണ പോലെ അവൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും പുറത്തെടുക്കണില്ല. അപ്പോൾ പുറത്തെടുപ്പിക്കണം കേട്ടാ. നീച്ചു കഴിക്കല്ലേ? ഈച്ചു കഴിച്ചോട്ടെ. നീ തണുത്ത ഗ്യാസ് വരുമോ? എന്താ എന്തോ നെഞ്ചുവേദന ചാടുന്ന. ഓ ടൈൽസിന് വേദനിച്ചു. ചാടാ അങ്ങനെയാണല്ല. നേരെ ചാട്. നടക്ക് സ്പീഡിൽ നടക്ക്. ഗ്യാസിനൊക്കെ ഈ ബോഡിയിൽ നിൽക്കാൻ സ്ഥലമുണ്ടാ? മറ്റേ പാട്ട് ഫുള്ളായിട്ടില്ല. മീൻ തീറ്റ അല്ല
കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ. അല്ല, സെറ്റായില്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പേര് പറയലോ. ഈ ഗ്യാസിനൊക്കെ കുടിക്കുന്ന പെട്ടെന്ന് നെഞ്ചുവേദന പമ്പ കിടക്കും. അറ്റാക്കൊക്കെ വന്ന ആൾക്കാർ ഇതാണ് കഴിക്കല. ഒറ്റയടിക്ക് അറ്റാക്കാണ് മാറും. എന്താണോ അതൊക്കെ ഉണ്ട് തന്നെ. അതൊക്കെ എന്തിന്റെ ഇപ്പൊ ഫ്രീ കിട്ടിയതാ. പക്ഷെ ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടത്? ഇത് എൻ്റെ ഫോൺ ഇതാ മറ്റേ വരി ഫുള്ളാക്കണ്ട്. ആ ബാക്കി ബാങ്ക് കൊടുത്ത് കേട്ടെ. എല്ലാ പള്ളിക്കത്തെയും കഴിഞ്ഞില്ല, ഇനി ഒരു പള്ളിക്കത്തുള്ളൂ. ആരതറിയില്ല, ഇതൊന്നും ആരും അറിയില്ലേ. മാറിയാ ബാങ്ക് കൊടുത്ത കേട്ടോ. ബാങ്ക് കൊടുത്ത കഴിഞ്ഞിട്ട് വേണം. കണ്ണുക്ക് വെളിച്ചം കുത്തുണ്ടാ? കുഴപ്പമില്ല, ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിയൂട്ടോ. ഇത് സ്നേഹാണേ. ഏത് വരെ ഇപ്പം നമ്മൾ പാടി? കണ്ണുള്ളവർക്കൊന്നും അല്ലേ അടുത്തേട്ടോ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ്, സ്നേഹക്കാവാണ് ഉമ്മ ചില്ലറൊന്നുമില്ലേ സഹനത്തണലാണ്, ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം. എന്തെങ്കിലും തന്നോളി ബുദ്ധിമതിയാം ഞങ്ങളെ വട്ടച്ചെലവിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളി. അമ്മിഞ്ഞ പാലിൻ മധു. ഇതൊന്നും കറണ്ട് ബില്ല ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മല്ലോ. കൊറേ കാലായിട്ട് റോഡ് പണിയല്ലേ, അത് കുഴപ്പമില്ല. വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഈ പാട്ട് എല്ലാ അമ്മമാർക്കും വേണ്ടി പാടിയതാ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒഴിഞ്ഞിരുന്ന് പാടിയാണ്. ഇനി ഒരാൾ ഇവിടെ കയ്യാണ്ട്, ഒരാൾ നേരെ ബാത്റൂമൊക്കെ പറന്ന് നിൽക്കണേ. എപ്പോഴാണ് വരും നീ? അപ്പം എല്ലാവരും മറക്കല്ലിട്ടാ, നമ്മളെ ഈച്ചുവിൻ്റെയും സ്റ്റീലിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓല് എനിക്ക് തന്ന വാക്കാണ്. എന്താ അതും കൂടി ഓണായാലും ആഴ്ചമാത്താക്കൊരു ഒഴിവുണ്ടാവില്ല. പക്ഷെ അതില് വ്ളോഗല്ല, അഫിൻ്റെ ഗെയിമിംഗ് ആണ്, ഈച്ചുവിൻ്റെ ട്രാവൽ വ്ളോഗ് ഈ കാരം. വ്യത്യാസം ഉണ്ടാവും. അതുണ്ടാവും. കണ്ടന്റിന് ഇവിടെ ഒരു ക്ഷാമല്ലല്ലോ. ദിവസം 3 വീഡിയോ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ വീഡിയോസ് കണ്ട എല്ലാവരും മറക്കാതെ ഈച്ചുവിൻ്റെ ചാനലും അഫിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ഇനിയും അടുത്ത വ്ളോഗായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഇന്ന് ഈ വ്ളോഗ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു വ്ളോഗ് വരും, ചിലപ്പോൾ ഒരു വ്ളോഗ് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടിയാണ് ഞാൻ കടന്നു പോണത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ ബൈ. Don't forget to subscribe our channel. Ramadan Kareem.